വണക്കം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എഴുതി മേടിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരുപാട് പേര് എൻ്റെ ടേക്ക് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്, എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇൻഫർമേഷൻ ഒരു കുറവുമില്ലാത്തത് കൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വന്നതിന് ശേഷം ഇത് നരേന്ദ്രമോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. രാജ്യത്തൊരു വമ്പൻ കലാപം നടക്കാൻ പോവുകയാണ്. ഒരു റെജീം ചേഞ്ചിനുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഡീപ് സ്റ്റേറ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എഴുതി മേടിച്ചുകൊണ്ട് ആ കലാപത്തിന് തടയിട്ടിരിക്കുകയാണ് എന്നൊരു ഭാഗം വാദിക്കുന്നു. വേറൊരു ഭാഗം വാദിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം വിശ്വഗുരുവാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി കഴിഞ്ഞു. അദ്ദേഹം രാജ്യത്തിനെയും മറികടന്ന് RSSനെയും മറികടന്ന് വലിയ വലിയ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് RSS തന്നെ നരേന്ദ്രമോദിക്ക് കൊടുത്തൊരു കൊട്ടായിരിക്കാം ഇത് എന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള നെറേറ്റീവ്സ് വരുന്നു. അങ്ങനെ നെറേറ്റീവ്സിന് നമ്മുടെ നാട്ടിൽ യാതൊരുവിധ കുറവുമില്ല. നെറേറ്റീവ്സ് ഇങ്ങനെ ഗംഭീരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ട് രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ആളായതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ഒരാളായിരുന്നു എന്ന് താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഉത്തരം. അക്സെപ്റ്റ് ചെയ്യണം, അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ധർമ്മേന്ദ്ര പ്രധാൻ എന്തായിരുന്നു, ഒരു പരാജയമായിരുന്നു എന്നുള്ളത് കൊണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ മറ്റേ മാങ്ങാത്തൊലി ഉണ്ടായിട്ടാ അവിടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒഡീഷയിൽ ധർമ്മേന്ദ്ര പ്രധാൻ മറ്റേ മലമറിച്ച് കാണും. പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ വന്നിരിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി നരേന്ദ്രമോദി എഴുതി മേടിച്ചു. പക്ഷേ അത് ഈ രീതിയിലായിപ്പോയി എന്നുള്ളിടത്താണ് കേന്ദ്ര സർക്കാരിന് ഒരു തെറ്റ് പറ്റിയത്, ഒരു അമളി പറ്റിയത്. നേരത്തെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പല മന്ത്രിമാരെയും പല കേന്ദ്രമന്ത്രിമാരെയും നൈസായിട്ട് തട്ടിത്തോളി കയറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ നമുക്കെടുത്ത് പരിശോധിക്കണം. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നു. ഇതുവരെ അഴിമതിയൊന്നുമില്ലാത്തൊരു ഭരണമാണ് നരേന്ദ്രമോദി കാഴ്ചവച്ചിരിക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇതുവരെ ഒരു അഴിമതിയും ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് തെളിയിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. പല അഴിമതികളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റഫേൽ അഴിമതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ E20 പെട്രോളിൻ്റെ കാര്യത്തിൽ പോലും വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കോടതിയിൽ പോയപ്പോൾ കോടതി അത് വ്യക്തമായിട്ട് പഠിച്ചതിൽ വിധി പ്രസ്താവിക്കുമ്പോൾ ഇതിനകത്ത് അത്തരത്തിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യവും അത് അവർക്ക് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലവിൽ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഒരു ഫയൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കാണാതെ പുറത്തേക്ക് പോകില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ആ സമയത്ത്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു ആ സമയത്ത് പല കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. 2014 കഴിഞ്ഞ് 2019 എത്തി. 2019 എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 2019 എത്തിയപ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും റീ എലക്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞതിലും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് റീ-എലക്ട് ചെയ്യപ്പെട്ടത്. ആ സമയത്ത് എന്തായി? ആ സമയത്ത് കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിമ്മായി. അതായത് കുറച്ചൊരു ആലസ്യം പല ആൾക്കാർക്കും വന്നു എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഡിമ്മായി 2019 കഴിഞ്ഞ് 2024 എത്തിയപ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മൂന്നാമതും റീ-എലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഭൂരിപക്ഷം കുറയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനും നമുക്കവിടെ കൃത്യമായിട്ടുള്ള നെറേറ്റീവ്സ് ഒക്കെ ഉണ്ട്. യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരണമായിരുന്നു, യോഗി ആദിത്യനാഥിൻ്റെ ടീമാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള നെറേറ്റീവ്സ് ആ സമയം വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വെറുതെ കേന്ദ്രമന്ത്രിയായിട്ട് അവിടെ ചെന്നിരുന്ന് ഉണ്ടും ഉറങ്ങിയും എണീറ്റും അപ്പിയിട്ടും അങ്ങനെ നടക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. നല്ല കനത്തിലാണ് പണി കിട്ടുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് തിന്നാനും അപ്പിയിടാനും പോലും സമയമില്ലാത്ത രീതിയിലാണ് അവരെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടുള്ള കാര്യം. ഞാൻ തന്നെ അനുഭവസ്ഥനാണ്, അത് വേറൊരു കാര്യം. അതായത് ഈ റഷ്യ യുക്രൈൻ നടക്കുന്ന സമയത്ത് യുക്രൈനിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നെയ്ബർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ട് നമ്മളോട് പറയുന്നു, ഇങ്ങനെ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, ഈ സമയത്ത് ഇയാളുടെ മകൻ അവിടെ യുക്രൈനിൽ കുടുങ്ങിപ്പോയി, വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നേരെ ഫോറിൻ മിനിസ്ട്രിയിൽ ബന്ധപ്പെട്ടു. ഫോറിൻ മിനിസ്ട്രി അറിയാലോ, ആ സമയത്ത് വി മുരളീധരനായിരുന്നു ഫോറിൻ സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി. ആ സമയത്ത് 12 മണിക്കാണ് നമ്മൾ മെയിൽ അയക്കുന്നത്. 12 മണിക്ക് മെയിൽ അയച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 2 ദിവസത്തിനകം തിരിച്ച് മെയിൽ കിട്ടുമായിരിക്കും.
എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് മെയിൽ കിട്ടുമായിരിക്കും എന്ന്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് 10 മിനിറ്റിനകത്ത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കോൾ വരുന്നു. രാത്രി 12 മണിക്ക് ശേഷമാണ്. ആ സമയത്ത് പോലും അവർ വിജിലൻ്റായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കോൾ വരുന്നു. നിമിഷങ്ങൾക്കകം ആ ചെക്കൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ആ ചെക്കനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മന്ത്രിമാരാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? AC കാറിൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് കണ്ടിട്ടില്ലല്ലോ. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഒരു മന്ത്രിയാവണ്ട, എനിക്ക് മന്ത്രിയാവണ്ട, എന്നെ മന്ത്രിയാക്കല്ലേ പ്ലീസ് എന്ന് സുരേഷ് ഗോപി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിന്ന് തിരിയാനുള്ള സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപി അങ്ങനെ നിലവിളിക്കുന്നത്. സുരേഷ് ഗോപിക്ക് ആദ്യം ക്യാബിനറ്റ് റാങ്ക് പദവിയോടെ ഒരു മന്ത്രിസ്ഥാനമാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞു, ഇല്ല എനിക്ക് സിനിമയൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് മന്ത്രിയാവാൻ ഒരു താല്പര്യമില്ല കേട്ടോ എന്ന് സുരേഷ് ഗോപി പറഞ്ഞ ആ സാഹചര്യത്തിൽ സഹമന്ത്രിയെങ്കിലും ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം അടിച്ചു കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ കയ്യിൽ എന്നുള്ളതാണ്. പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ നാട്ടിൽ പല ദുരന്തങ്ങളും നടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ബിസി ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറഞ്ഞു, നീ വേഗം അങ്ങോട്ട് പോടേ, കേരളത്തിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കണ്ടില്ലേ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം സ്വമേധയാ വരുന്നില്ല. എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടോ? അതായത് പല സ്ഥലങ്ങളിലും അമിത്ഷാ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകൂ, മോദി പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോകൂ, ആ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ, ആ പണി നമ്മളിവിടെ വേറെ ആളെ ഏൽപ്പിച്ചോളാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് പ്രധാനമായിട്ടും മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്, കൃത്യമായിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അശ്വിനി വൈഷ്ണവിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. നാളെ ഒരു ഹൈഡ്രജൻ ട്രെയിൻ ഇറക്കാനുണ്ടെങ്കിൽ അമിത്ഷാ ഒരു ദിവസം കുറഞ്ഞത് 30 വട്ടമെങ്കിലും അശ്വിനി വൈഷ്ണവിനെ വിളിക്കും. രാത്രി 2 മണിക്കൊക്കെയാണ് ഈ പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 1:55 വരെ അമിത്ഷായുടെ കോളിലായിരിക്കും. നാളെ ട്രെയിൻ ഓക്കെ അല്ലേ, ഇറങ്ങൂലേ, അല്ല മോദി വരും, കറക്റ്റായിട്ട് എല്ലാം കൃത്യമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചത് കൺഫേം ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാർക്കും എന്തുണ്ട്? പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. അതായത് ഈ മന്ത്രിമാർ എങ്ങനെയൊക്കെയാണ് പണിയെടുത്തത്, ഈ മന്ത്രിമാരുടെ പണി കൊള്ളാമായിരുന്നോ, ഈ പണി കൊള്ളാമായിരുന്നെങ്കിൽ മാത്രം ഇവനെ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. പണി കൊള്ളില്ലെങ്കിൽ എന്താ, തട്ടി തോളി കെട്ടിയെടുത്ത് മാറ്റണം. പക്ഷെ അത് ജനങ്ങളോട് പറയില്ല. ജനങ്ങളോട് പറയാതെ എന്ത് ചെയ്യും? ഒരു റീഷഫിൾ കൊണ്ടുവരും. അതായത് ഒരു മന്ത്രിസഭ പുനഃസംഘടന എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരും. 12 മന്ത്രിമാരെ ഒറ്റയടിക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2021. ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ 2021 12 മന്ത്രിമാരെ എടുത്ത് കളഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു ഡൗട്ട് അടിച്ചു, ഇതെന്താ പെട്ടെന്ന് 12 പേരെയൊക്കെ എടുത്ത് കളയുന്നത്. അന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങൾ അന്ന് എഴുതി എന്തൊക്കെയോ കാര്യക്ഷമമായിട്ടുള്ള കുറവുകളുണ്ട്, മന്ത്രിമാരും പണിയെടുക്കുന്നില്ല എന്നാണ് മോദിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു പ്രിൻസിപ്പാളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മന്ത്രിമാർ പണിയെടുക്കണം. മന്ത്രിമാർ പണിയെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മന്ത്രിമാരെ തട്ടിത്തോളി കയറ്റി മന്ത്രിമാരെ എടുത്ത് കളയും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി നമുക്ക് ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിലേക്ക് വരാം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചുമതലയേറ്റു. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചുമതലയേറ്റ ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അമ്പേ പരാജയമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം, ആ രാജ്യത്തിൻ്റെ കർഷകരുടെ ക്ഷേമം, ആ രാജ്യത്തെ സായുധ സേനകൾ, ഇവർക്ക് 3 പേർക്കും എന്താണ് കൃത്യമായിട്ടുള്ള കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം. അതിലൊരു വീഴ്ച പോലും വരാൻ പാടില്ല. ഇത് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് നമുക്ക് വിമർശിക്കാം കേട്ടോ. 2014 മുമ്പ് UPA സർക്കാരായിരുന്നെങ്കിൽ വീഴ്ചയായിരുന്നു. ഇതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഒരു പ്രതിപക്ഷത്തിരിക്കുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാലും നമുക്കറിയാം. ഈ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായ ശേഷം എന്തൊക്കെയാണ് നടന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായ ശേഷം നീറ്റ് ചോദ്യപേപ്പർ ലീക്ക് 1 വട്ടമല്ല 2 വട്ടമല്ല 3-4 വട്ടം ലീക്കായാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? അവർ സ്വാഭാവികമായിട്ടും തെരുവിലിറങ്ങും, സമരം ചെയ്യും. ഇതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ 3-4 വട്ടമാണ് നീറ്റ് പേപ്പർ ലീക്കായിട്ടുള്ളൊരു സംഭവം ഉള്ളത്. പരീക്ഷാ സുരക്ഷയെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇടയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇരയായിട്ടുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ ചോദ്യപേപ്പർ നിരന്തരമായിട്ട് ലീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലീക്കായി കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ പരീക്ഷ നടത്തിയിട്ട് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ലീക്കായി സംഭവം. പ്രതിപക്ഷം എന്ത് ചെയ്യും? അത് ആയുധമാക്കിയെടുക്കും. ഇതൊക്കെ ആയുധങ്ങളാക്കി എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ണും വായും തുറന്നിരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രതിപക്ഷം അത് ആയുധമാക്കിയെടുത്തു. പ്രതിപക്ഷം എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ ചർച്ചയാക്കി. അതുവഴിയൊക്കെയാണ് CJP എന്ന് പറയുന്ന പാർട്ടിയൊക്കെ ഉരുത്തിരിഞ്ഞൊക്കെ വരുന്നത്. അങ്ങനെ നീറ്റ് പരീക്ഷാ പേപ്പർ നിരന്തരം
നിരന്തരം ലീക്കായിക്കൊണ്ടിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ അതിൻ്റെ ക്രമക്കേടിൻ്റെ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി കൊണ്ടുവന്നല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാലത്തല്ല കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും അതിൻ്റെ വിശ്വാസ്യത സമ്പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പരീക്ഷ റദ്ദാക്കൽ, പുനഃപരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾ നിരന്തരം ധർമ്മേന്ദ്ര പ്രധാൻ്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ കീഴിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. അതൊന്ന്. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയ പരീക്ഷ എന്ന അവകാശവാദം തന്നെ തകരാറിലായി എന്ന് നമുക്ക് എടുത്ത് പറയാം. അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇങ്ങനൊരു സാധനം ധർമ്മേന്ദ്ര പ്രധാൻ അവതരിപ്പിച്ചു. CUET ഇങ്ങനൊരു സാധനം അവതരിപ്പിച്ച ശേഷം സെർവർ കിട്ടുന്നില്ല. അതായത് നിങ്ങൾ സാധനം അവതരിപ്പിക്കുമ്പോൾ എന്താണ്, സെർവർ കിട്ടുന്നില്ല. ഈ സാധനത്തിന് സെർവർ വരണ്ടേ? ഈ സെർവറിൻ്റെ പ്രശ്നങ്ങൾ അതിഭീകരമായിട്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രത്തിലുള്ള പ്രശ്നങ്ങൾ. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ NTA വന്നതിന് ശേഷം ഇവർ കൊടുക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ, വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ, തിരുവനന്തപുരത്ത് കിടക്കുന്നവൻ അങ്ങ് ഗുവാഹട്ടിയിലാണ് പരീക്ഷാ കേന്ദ്രം കൊണ്ട് കൊടുക്കുന്നത്. ഗുവാഹട്ടി കിടക്കുന്നവന് എന്നാൽ നീ വന്ന് കന്യാകുമാരി പരീക്ഷ എഴുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കുഗ്രാമത്തിൽ പരീക്ഷാ സെൻ്ററായിട്ട് അല്ലെങ്കിൽ ഹാളായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ വിമർശനങ്ങൾ പറയുമ്പോൾ അതിനെന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നിലവിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്ത് അയാളെ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ഭരിച്ചു പോകാൻ പറ്റൂ. അവിടെയാണ് നമ്മൾ കൈയടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതിലോട്ട് ഞാൻ വരാം. എന്തായാലും പല ദിവസങ്ങളിലായി പരീക്ഷ നടത്തിയത് മൂലമുള്ള ഫെയർനെസ് ചർച്ചകൾ, ഗ്രാമീണ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത് CUET എൻട്രൻസ് ടെസ്റ്റിൽ ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു സാധനം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നു? നിശ്ചയിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു പ്രവർത്തന ശൈലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേര് വളരെ പക്കയായിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു മരുഭൂമി കൊണ്ട് എന്ത് ചെയ്യും? നേരെ 2 വൈദ്യുതി പോസ്റ്റ് ഇടും. നാട്ടുകാർ കളിയാക്കും. മരുഭൂമി കൊണ്ടാണ് അവിടെ വൈദ്യുതി പോസ്റ്റ് ഇടുന്നത്, അവിടെ ആയിരിക്കുന്നു, എവിടെ നിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും. അതാ വരുന്നു മരുഭൂമിയിലേക്ക് പമ്പ് സെറ്റുകൾ. ഈ വൈദ്യുതി പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, വൈദ്യുതിയിൽ മാത്രമേ പമ്പ് സെറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. അതാ പിറകെ JCB വരുന്നു, അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ചാലി കീറുന്നു, എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന പുഴ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ മരുഭൂമിയിലോട്ട് ബന്ധിപ്പിച്ച് പമ്പ് സെറ്റ് അവിടെ ഘടിപ്പിക്കുന്നു, വൈദ്യുതി വഴി അത് പ്രവർത്തിപ്പിക്കുന്നു, അത് നല്ല കർഷക ഭൂമിയാക്കി എടുക്കുന്നു. അതിനൊക്കെ ഒരുപാട് നാളത്തെ പ്രയത്നമാണ്. ഇപ്പോൾ കശ്മീർ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കശ്മീർ 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അടുത്ത ദിവസം തന്നെ കശ്മീരിൻ്റെ 370 നമ്മൾ റദ്ദാക്കിയാണ് എന്ന് പറഞ്ഞത് റദ്ദാക്കി കഴിഞ്ഞാൽ നാട് മുഴുവൻ കലാപം നടക്കും. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തിട്ട് കശ്മീർ നമുക്ക് മൊത്തം പഠിക്കണം, അതിനെന്ത് ചെയ്യണം? അവിടെ ഭരിക്കാൻ എന്ത് ചെയ്യണം? ജനങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. കാരണം അവിടെ മൊത്തം മതമൗലികവാദികളാണ്. അവന്മാർ നമുക്ക് വോട്ട് ചെയ്തില്ല. PDPയുമായിട്ട് സഖ്യം ചേർന്നു ഭരിച്ചു. ഒരു 3-4 കൊല്ലം ആണോ 3-4 മാസമോ ഭരിച്ചു. അങ്ങനെ ഭരിച്ചു കഴിഞ്ഞ് കശ്മീരിൻ്റെ മുക്കും മൂലയെല്ലാം പഠിച്ചു. PDPയുടെ പ്രവർത്തന ശൈലിയും സ്ട്രക്ചറും പഠിച്ചു. ഇവന്മാരുടെ ഫണ്ടിങ്ങും പഠിച്ചു. 5 കൊല്ലം പോയി. 2019 വന്നു. പൊടും തന്നെ PDP ആയിട്ടുള്ള ആ ഒരു സഖ്യം പിൻവലിച്ചു. മെഹബൂബ മുഫ്തിയെ തട്ടി തോളി കയറ്റി നേരെ അവരെ എടുത്ത് തടങ്കലിലിട്ടോ. മറ്റേ അവനുണ്ടല്ലോ ഒമർ അബ്ദുള്ള, അവനാണ് ഏറ്റവും വലിയ കുരു എന്ന് പറയുന്നത്. അവനെ പിടിച്ച് നേരെ വീട്ടു തടങ്കലിലിട്ടോ. അങ്ങനെ ഇവന്മാരെല്ലാം തടങ്കലിലിട്ട ശേഷം അമിത്ഷാ വരൂ, അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞ് അത് അവതരിപ്പിച്ചു. അതിനു മുമ്പ് അവിടെ 2 ലക്ഷം സൈന്യത്തിനെ ഇറക്കി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ, അതായത് ഈ ചക്ക വീണ പോലെയല്ല സാധനങ്ങൾ നടപ്പാക്കുന്നത്. ചക്ക വീണതുപോലെ നടപ്പാക്കാതെ കറക്റ്റായിട്ട് പഠിച്ച് ഓരോ ടേമുകളിലും ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയെടുക്കുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെയല്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് വന്നിട്ട് നാളെ പറയും, നാളെ മുതൽ എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി വിശകലനം ചെയ്യാനായിട്ട് പുതിയൊരു ആപ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ വിചാരിക്കും കൊള്ളാമല്ലോ, ആപ്പ് വഴി മാർക്കെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ ആപ്പാണ് പിന്നെ പരിശോധിക്കുന്നത്. ആ ആപ്പ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് 100 പ്രശ്നങ്ങൾ. അല്ല, ഇത് ആപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഈ ടെസ്റ്റ് ചെയ്ത ഈ ആപ്പ് കൃത്യമാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്കിത് SSLCക്കോ അല്ലെങ്കിൽ +2 പരീക്ഷയ്ക്കോ ഒക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതൊന്നുമില്ല. ഇത് ആദ്യം തന്നെ നേരെ എടുത്ത് പിന്നെ SSLCക്കും +2നും കൊടുത്തേരെ, അത് പരിശോധിക്കട്ടെ, ആപ്പ് പരിശോധിക്കട്ടെ. ആപ്പാണെങ്കിൽ അത് ആപ്പാണ്, മനുഷ്യനല്ല. അതാണെങ്കിൽ പണി മുടക്കും. അവസാനം 50 മാർക്ക് വീതം ഫ്രീ ആയിട്ട് കൊടുത്താണ് വിദ്യാർത്ഥികളെ അവസാനം ആ ഒരു പ്രതിഷേധം തണുപ്പിച്ചത്. അപ്പോൾ ഇതാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ പണി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ CUET എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ ഉണ്ടല്ലോ,
അതും പാളി. പിന്നെ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിലും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, ധനസഹായത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ, NEP നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നില്ല, മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ, അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, പിന്നെ UGC ഇക്വിറ്റി ആൻറ്റി ഡിസ്ക്രിമിനേഷൻ റെഗുലേഷൻ, ഇത് വന്നപ്പോൾ അമ്മച്ചിയാണ് എൻ്റെ കാല് വഴി പെരുത്ത് കയറി. UGC അട്രോസിറ്റി ആക്ട് എന്ന് നമ്മൾ ഇതിനെ ഓമന പേരിട്ട് വിളിക്കും. എന്താണ് സംഭവം? എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൈയടിച്ചു. എല്ലാവരും കൈയടിക്കണ്ട, ഇത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അല്ല, അതെന്തിനാണ് ഈ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് എന്ന് ചോദിച്ചപ്പോൾ, പിന്നോക്ക വിദ്യാർത്ഥികൾ റാഗിങ് അനുഭവിക്കുന്നുണ്ടല്ലോ, അവരനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, മാനസിക വ്യഥകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ ഇത് രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്, ഒരു പിന്നോക്ക വിദ്യാർത്ഥി ഒരു മുന്നോക്ക വിദ്യാർത്ഥിയെ റാഗ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു, മാനസികമായി വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഒരു പിന്നോക്ക വിദ്യാർത്ഥി നടന്നു പോകുമ്പോൾ അവൻ ഞാൻ നോക്കി കാറെ തുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മുന്നോക്ക വിദ്യാർത്ഥി എന്ത് ചെയ്യും? അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. അല്ല, തെളിവ് വേണ്ടേ? തെളിവൊന്നും വേണ്ട, ഇതിന് തെളിവോ കാര്യങ്ങളോ, അങ്ങനെ ഒരു ഡ്രക്കോണിയൻ ലോയാണ് കൊണ്ടുവന്നത്. UGC അട്രോസിറ്റി ആക്ട്, ജനഇളവി. ആ സമയത്താണ് ധർമ്മേന്ദ്ര പ്രധാനെതിരെ ആദ്യമായിട്ട് അതിഭീകരമായിട്ടുള്ള പ്രതിഷേധം വന്നത്. ആ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇമാതിരി നിയമം, എന്തൊരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് മുന്നോക്ക വിഭാഗക്കാരെല്ലാം കൂടെ ഉത്തരേന്ത്യയിൽ ഒരുമിച്ച് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വോട്ടെന്ന് പറയുന്നത് വലിയൊരു ശതമാനവും മുന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് ചുമ്മാ ഈടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമവും പിൻവലിച്ച് കണ്ടം വഴിയല്ല കായൽ വഴി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതാണ് UGC അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത്. അന്നേ ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ സത്യം പറഞ്ഞാൽ നോക്കി വെച്ചതാണ്, ഇങ്ങനെ ശരിയല്ലല്ലോ, എന്തിനാണ് ഈ കാണിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് UGC അട്രോസിറ്റി ആക്ട് പിൻവലിച്ചുകൊണ്ട് അങ്ങനെ ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർന്നില്ല, ഇനിയുണ്ട്. അതായത് NTA കേന്ദ്രീകരണം, ദേശീയ പരീക്ഷകൾ ഒരേ ഏജൻസി ആയിട്ടുള്ള NTA കീഴിൽ കൊണ്ടുവന്നു. അതായത് ഈ ദേശീയ പരീക്ഷകൾ ഒരേ ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവരുമ്പോൾ ഈ ഒരേ ഏജൻസിക്ക് എല്ലായിടത്തും ഇങ്ങനെ പൊത്തിട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവരത് ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ഏജൻസിക്ക് പിഴവ് വന്ന് അതെല്ലാം കൂടെ ഉമാരുടെ തലയിലാണ്. ദൈവം സഹായിച്ച് ഔട്ട്സോഴ്സ് ചെയ്ത ഭൂരിഭാഗം ഒരു 90% ഏജൻസികൾക്കും പിഴവായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പിഴവായിരുന്നു. അങ്ങനെ പിഴവ് വന്ന് അതിഭീകരമായിട്ടുള്ള വിമർശനം അതിന് നേരിട്ടു എന്നുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ആ നയങ്ങൾ, അതായത് പുതിയ സിലബസൊക്കെ പ്രഖ്യാപിച്ചു, പുതിയ ഐറ്റമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അധ്യാപകരില്ല, പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഈ ഇടയ്ക്കൊരു സെറ്റപ്പ് കൊണ്ടുവന്നതല്ല കേന്ദ്ര സർക്കാർ. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് PG അല്ലെങ്കിൽ നിങ്ങൾക്ക് UG ഡിഗ്രി കാലയളവ്, ഞാനൊക്കെ പഠിച്ചപ്പോൾ 3 വർഷമായിരുന്നു, ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തത്. 3 വർഷമാണ് ഡിഗ്രി കാലയളവ്. ഈ 3 വർഷം ഇനിയില്ല, ഇനി 4 വർഷമാണ് ഡിഗ്രി കാലയളവ്. എങ്ങനെയാണ് 4 വർഷം? ഡിഗ്രി 3 വർഷവും PG 2 വർഷവും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. പക്ഷേ ഇനി മുതൽ ഡിഗ്രി 4 വർഷവും PG 1 വർഷവും പഠിച്ചാൽ മതി, നിങ്ങൾ അങ്ങ് പടന്ന് പന്തലിച്ചു പോകും എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ കീഴിലെ മന്ത്രിസഭ പറഞ്ഞത്. പക്ഷേ ഈ ഡിഗ്രി 3 വർഷം പഠിച്ച വിദ്യാർത്ഥികൾ 4-ാം വർഷം ആ അതേ ഡിഗ്രിക്ക് കയറാൻ പോയപ്പോൾ അധ്യാപകരില്ല. അതായത് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അധ്യാപകർ വേണ്ട, എങ്കിലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അധ്യാപകരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അധ്യാപകരില്ലാതെ ഇങ്ങനെ വലഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം വിദ്യാർത്ഥികൾ അവൻ്റെ പോയെ. അപ്പോൾ അവിടെയുള്ള സാധാരണ അധ്യാപകർ മക്കളെ നീ ഒരു കാര്യം ചെയ്യും, 3 വർഷത്തിൽ നീ അതങ്ങ് എക്സിറ്റ് ചെയ്ത് തരാം, ഈ കിഴങ്ങന്മാരെ കൊണ്ടൊന്നും നടക്കൂല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ രീതിയിലുള്ള ആരോപണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നരേന്ദ്രമോദി പറഞ്ഞു, മതി, ഇനി നിന്നെ ഈ ഏരിയ കണ്ടുപോലെ ഇന്നിറങ്ങിക്കോണം, ഈ ടെറിട്ടറിയിൽ നിന്ന്, ഈ ബൗണ്ടറിയിൽ നിന്ന് പോടാ എന്നാണ് നരേന്ദ്രമോദി സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനോട് പറഞ്ഞത്. പോരാത്ത ഒരു റീഷഫിൾ വരാനായിട്ടിരിക്കുകയായിരുന്നു. അതായത് മന്ത്രിസഭ പുനഃസംഘടന അത് വരാനിരിക്കുന്ന സമയത്ത് ധർമ്മേന്ദ്ര പ്രധാനെ പതുക്കെ എടുത്ത് മാറ്റും. ഈ മാറ്റുന്ന മന്ത്രിമാർക്ക് എന്തെങ്കിലും ഒരു ചുമതലയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിരീക്ഷോ, യുവമാരൊക്കെ പരാജയമായിരുന്നു. അങ്ങനെ ചുമതല കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ പല ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്, അതിലോട്ട് ഞാൻ വരാം. അങ്ങനെ മാറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനായിട്ട് തുടങ്ങിയപ്പോഴാണ് CJP എന്ന് പറയുന്നൊരു പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത്. ആ പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറപ്പെട്ട് വന്നപ്പോൾ ആദ്യം കേന്ദ്ര സർക്കാർ അതിനെ ഗവനിച്ചില്ല. അവിടെ കേന്ദ്ര സർക്കാരിന് ആദ്യത്തെ തെറ്റുപറ്റി. ആ പ്രൊട്ടസ്റ്റിനെ ഗവനിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ആ പ്രൊട്ടസ്റ്റിൻ്റെ അടുത്ത് പോലും കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങൾ പോകാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ തുടക്കത്തിലുണ്ടല്ലോ, ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ കേന്ദ്രമന്ത്രിമാർ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ആ പ്രൊട്ടസ്റ്റ് നടക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ തീർന്ന കർഷക സമരം. പയറിന് താങ്ങുവില, മൂങ്ക് ഡാലിന് താങ്ങുവില ഇത്രയാക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രൊട്ടസ്റ്റിനായിട്ട് വന്നതാണ്. മോഹൻ യാദവ് പതുക്കെ മന്ത്രിമാരോട് പറഞ്ഞു, അവരെല്ലാം നമുക്ക് കൂട്ട ചർച്ച നടത്താമെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തി അവസാനം സർക്കാരിന് നന്ദി പറഞ്ഞാണ് അവർ ഇറങ്ങിപ്പോയത്. പോരാത്തതിന് ശംഭു അതിർത്തിയിൽ കർഷകർ വരുന്നുണ്ട്. ഈ CJP പ്രൊട്ടസ്റ്റിൻ്റെ കൂടെ
അണിചേരാനായിട്ട്. അന്ന് ജിതേന്ദ്ര സിംഗിനെ പറഞ്ഞു വിട്ടു, നീ ഓടി ശംഭു അതിർത്തിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ശംഭു അതിർത്തിയിൽ ഓടി ജിതേന്ദ്ര സിംഗിൽ പോയി നിന്നിട്ട് കർഷകരോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കർഷകർ പറഞ്ഞു, ഈ അമേരിക്കയായിട്ട് ഒപ്പിടുന്ന FTA ഉണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിക്കില്ല. അല്ല, ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ കർഷകർ ഒപ്പിട്ടിട്ടില്ലേ, ഒപ്പിടുമല്ലോ, ഒപ്പിടുമ്പം പ്രതിഷേധിക്കുകയല്ല, ഒപ്പിടുമ്പോൾ പ്രതിഷേധിക്കുക, ഇപ്പോൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. കാരണം ഈ പല ആൾക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് തെരുവിലേക്ക് ഇറക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ മിണ്ടാതെ വായും മുഴുങ്ങി പഴം മുഴുങ്ങിയതുപോലെ ഇരുന്ന് കഴിഞ്ഞ് ഇവർ തെരുവിലിറങ്ങിയത് വലിയ പ്രൊട്ടസ്റ്റ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ, അതായത് അമിത്ഷായുടെ വലിയ ബുദ്ധിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരിൽ എത്ര തീവ്രവാദികളുണ്ടെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം ഇതിന് എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പഴയ മോഡിലേക്ക് തിരിച്ചു വരണം. 2014 മോഡിലേക്ക്, ആ പ്രവർത്തന ശൈലിയിലേക്ക് തിരിച്ചു വരണം. പക്ഷേ ഇപ്പം നരേന്ദ്രമോദി ആ പ്രവർത്തന ശൈലിയിൽ നിന്നും ഒന്ന് ഡിമ്മായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും പ്രോഗ്രസ് കാർഡും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ CJP പ്രൊട്ടസ്റ്റ് വന്നു. CJPക്കാരൻ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അവനാണെങ്കിൽ കാഞ്ഞ പുത്തിയാണ്. അവൻ ആടി കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏരിയ കാണൂല. അങ്ങനെയാണ് അവൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ആദ്യം നിരാഹാരം കിടക്കാനായിട്ട് പോയപ്പോഴാണ് ആ പാവം കളവൻ സോനം വാങ്ചുക്ക് വന്നത്. സോനം വാങ്ചുക്കിനെ പിടിച്ച് നിരാഹാരം കിടത്തി. അങ്ങനെ പിടിച്ച് നിരാഹാരം കിടത്തിയിട്ട് അങ്ങനെ എഴിച്ചു പോയപ്പം യവന് മൈഗ്രെയിനാണ്, അതുകൊണ്ട് നിരാഹാരം കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇവൻ സ്കൂട്ടായി. രണ്ടാമത് NSA നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രഖ്യാപിച്ച് അവിടെ അടി പൊട്ടും എന്ന് കണ്ടപ്പോൾ തന്നെ ഇവന് പനിയാണ്, ഒരു പാരസിറ്റമോളും കഴിച്ചുകൊണ്ട് ഞാൻ പോയി റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇവൻ പോയി. പിന്നെ മൂന്നാമത് 6 മണിക്ക് ശേഷം കടകളൊക്കെ അടച്ചോ എന്ന് പറഞ്ഞ് കേന്ദ്ര സൈന്യത്തെ വിമാനത്തിൽ കൊണ്ടിറക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ടൈഫോയിഡ് പിടിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവൻ പോയി. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വന്നപ്പോൾ ഇവൻ തിരിച്ച് ഓടി വന്നിട്ട് ഇവൻ ബൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് ഈ ടൈഫോയിഡ് പിടിച്ചവനെ പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണ്, CJP സംഘടിപ്പിച്ച പാർട്ടിയിലാണ്, ആ മദ്യ സൽക്കാരത്തിലാണ് ഇവനെ നമ്മൾ കാണുന്നത്, ടൈഫോയിഡ് പിടിച്ച് കിടക്കുന്ന ഇവൻ. അപ്പോൾ ഇവന് നല്ല ബുദ്ധിയാണ്. ഇവൻ വിചാരിച്ചു എന്തായാലും പുനഃസംഘടന വരുന്ന ആ ഒരു സാഹചര്യത്തിൽ 2 ദിവസത്തിൽ വരുമായിരിക്കും, ഒരു നിരാഹാരം അങ്ങ് അനുഷ്ഠിക്കാം, 2 ദിവസത്തിൽ പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് നമുക്ക് അടിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ നരേന്ദ്രമോദി മാറ്റും. ആ ഒരു സാഹചര്യത്തിലാണ് CJP മുതലെടുക്കാനായിട്ട് കയറി വരുന്നത്. പക്ഷേ ആ പ്രൊട്ടസ്റ്റ് വിജയിച്ചു എന്നുള്ളൊരു പ്രതീതി അവരുണ്ടാക്കി. ധർമ്മേന്ദ്ര പ്രധാനെ അല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എടുത്ത് കളയും. ധർമ്മേന്ദ്ര പ്രധാനെ മാത്രമല്ല, നരേന്ദ്രമോദി എത്ര മന്ത്രിമാരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് 2014, 2016 കാലഘട്ടത്തിൽ HRD വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. സ്മൃതി ഇറാനിയെ തട്ടിത്തോളി കയറ്റി ഇറങ്ങു വെളിയിൽ എന്ന് പറഞ്ഞ ടീമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അന്ന് സ്മൃതി ഇറാനി മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങൾ സ്മൃതി ഇറാനിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. JNU വിവാദം, പോരാത്തതിന് വിദ്യാർത്ഥികളെ ആത്മഹത്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു. അതോടുകൂടി സ്മൃതി ഇറാനി എന്ത് ചെയ്തു, പതുക്കെ വിദ്യാഭ്യാസത്തിൽ നിന്ന് തട്ടിത്തോളി കയറ്റി നൈസായിട്ട് ടെക്സ്റ്റൈൽ വിഭാഗത്തിലോട്ട് എടുത്തിട്ടു. ചേച്ചി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ടെക്സ്റ്റൈലിലോട്ട് എടുത്തിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പല നിരീക്ഷകർക്കും അപ്പോഴേ മനസ്സിലായി ഇതൊരു ഡീമോഷനാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. രണ്ടാമത് ഹർഷവർ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. കോവിഡ് കാലത്തെ 2ാം തരംഗത്തിന് ശേഷം 2021 മന്ത്രിസഭയിൽ നിന്ന് തട്ടിത്തോളി കയറ്റി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അങ്ങനെയാണ് നരേന്ദ്രമോദി അയാൾ ഡീൽ ചെയ്തത്. പോരാത്തതിന് കോവിഡ് കാലത്തുണ്ടായ ഓക്സിജൻ ക്ഷാമം, കോവിഡ് കൈകാര്യം ചെയ്ത രീതി തുടങ്ങിയവയിൽ വലിയ വിമർശനമായിരുന്നു കേട്ടിരുന്നത്. ഈ സാധനം വരും എന്ന് കേന്ദ്രത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് വരും എന്ന് കണ്ടുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം. അതാണല്ലോ ഒരു മന്ത്രിയുടെ കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ അവിടെ തിന്നും കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എടുത്ത് പുറത്തേക്ക് ഇടും. ഈ സംഭവം എല്ലാം കുളമായി കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി ഇത് ഫിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോവിഡ് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം നരേന്ദ്രമോദി എത്ര നമ്മുടെ രാജ്യത്തിന് അഭിസംബോധന ചെയ്യാൻ വന്നു. നമുക്ക് അറിഞ്ഞൂടെ, നരേന്ദ്രമോദി മുഖത്ത് മറ്റേ തോർത്തൊക്കെ ചുറ്റിയിട്ട് മോദിയുടെ ഇങ്ങനെ മുഖമൊക്കെ എടുത്ത് മാറ്റും ബഹുമാരി കടന്ന് ഇപ്പോഴത്തെ പോലെ ബഹളം വയ്ക്കും. അതായത് മോദിയുടെ താടി വളരുന്നുണ്ടല്ലോ. അന്ന് മീഡിയ ഫണ്ടൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ചിരുന്ന് ചർച്ച ചെയ്യും. ഈ താടി മോദി വളർത്തുന്നത് ഒരു മഹാമനുഷ്യയായി മാറാനുള്ളൊരു പ്രവർത്തനമാണ് മോദി എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വലിയ ചർച്ചയാണ് മീഡിയ ഫണ്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ മോദി ഇറങ്ങി ഫിക്സ് ചെയ്യുന്നത്. കാരണം മോദി ഇറങ്ങിയാൽ നടക്കും എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. മോദി ഹെ തോ മുംകിൻ ഹെ എന്ന് വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഹർഷവർദ്ധന തട്ടിത്തോളി കയറ്റി എടുത്തു കളഞ്ഞു. പെർഫോമൻസ് ബേസ്ഡ് റിമൂവൽ ആണ് അന്ന് നടന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രാകേഷ് പൊഖ്രിയാൽ നിഷാങ്ക് NEP നടപ്പാക്കൽ കാലത്ത് ഇങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആരോഗ്യ കാരണം എനിക്ക് വയ്യ എന്ന് പറഞ്ഞാണ് അന്ന് പുറത്തു പോയത് രാകേഷ് പൊഖ്രിയാൽ നിഷാങ്ക്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഇയാൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അന്ന് മന്ത്രിസഭയ്ക്കകത്ത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് രവിശങ്കർ പ്രസാദ് 2021 മന്ത്രിസഭയിൽ നിന്ന് എടുത്ത് തോട്ടിക്കളഞ്ഞു. IT നിയമങ്ങൾ, സോഷ്യൽ മീഡിയ കമ്പനിയുമായിട്ടുള്ള തർക്കങ്ങൾ തുടങ്ങിയവ കാരണം
കാരണം ഇയാൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് ഔദ്യോഗിക കാരണം ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇയാളെ എടുത്ത് പുറത്ത് കളഞ്ഞത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ പ്രകാശ് ജാവഡേക്കർ നമ്മുടെ കേരളത്തിൻ്റെ പ്രഭാരിയായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അതിനെ കൊള്ളാവൂ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പ്രഭാരിയായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചേക്കുകയാണ്. 2021 മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും വാർത്താവിതരണ മന്ത്രാലയത്തിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു ഇയാൾ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നത്. 2021 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുനഃസംഘടന വന്നത്. ആ പുനഃസംഘടനയിൽ 12 മന്ത്രിമാരെയാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത്. മന്ത്രിമാരുടെ പ്രകടനം, ജനപ്രീതി, ഭരണക്ഷമത എന്നിവ വിലയിരുത്തിയാണ് ഈ മാറ്റങ്ങൾ ആ സമയത്ത് നടത്തിയതെന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകടനം മോശമായ മന്ത്രിമാരെയെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ത് ചെയ്യും? എടുത്തു മാറ്റും. ഇതാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ളൊരു സർക്കാരല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഒരു മന്ത്രിയുടെ പ്രകടനം മോശമാണ്, അയാളെ മോദി തന്നെ എടുത്തു മാറ്റുന്നു, നീ മാറിക്കോ, അടുത്ത ആൾ വരട്ടെ എന്ന് പറഞ്ഞ് അയാൾ എടുത്തു മാറ്റുന്നു, പുതിയ മന്ത്രിയെ കൊണ്ടുവരുന്നു, ആ വകുപ്പ് ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മന്ത്രിമാരല്ലേ നമുക്ക് വേണ്ടത്? എത്ര മന്ത്രിമാർ അല്ലെങ്കിൽ എത്ര പ്രധാനമന്ത്രിമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? എത്ര മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. കാരണം എവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആ പ്രതിഷേധക്കാരുടെയും പ്രക്ഷോഭകാരികളുടെയും എല്ലാം ആവശ്യങ്ങൾ, അത് നിങ്ങൾക്ക് അടി വേണമെങ്കിൽ അടി തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ അത് പരിഹരിച്ച് തരും. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ഡീൽ ചെയ്തിട്ടുണ്ട്. അതായത് കർഷക സമരം വന്നു, കർഷകരെ വിളിച്ചിരുത്തി സംസാരിച്ചു. കർഷകർ വന്നതെങ്ങനെയാണ്? കർഷകർ വാ മൂടിക്കെട്ടി ഒരു പ്ലക്കാർഡുമായിട്ട് ആണ് വന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കൂ, യെസ് അല്ലെങ്കിൽ ഇല്ല, നോ, ഇതാണോ ചർച്ച? എന്നിട്ട് പോലും അവന്മാരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. പോരാത്തതിന് പൗരത്വ നിയമം വന്നപ്പോൾ അതുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ എല്ലാ ആൾക്കാരെയും, എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ കാര്യങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ സോനം വാങ്ചുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റെയിൽവേ നോക്കൂ, എന്തൊരു മാറ്റമാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ നോക്കൂ, ഭയങ്കര മാറ്റം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും കഴിഞ്ഞ ദിവസം പേപ്പർ ലീക്കിൻ്റെ ബില്ല് പാസ്സാക്കി. ഇനി പേപ്പർ ലീക്ക് ചെയ്യുന്നവന്മാരുടെ കാര്യം കട്ടപ്പോഹ. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു, ചെയ്തില്ല. പേപ്പർ ലീക്കിൻ്റെ ബില്ല് നടത്തിയില്ല. ഇപ്പോൾ വാങ്ചുക്ക് അതിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ചുക്ക് എത്തിയിരിക്കുന്നത്. CJP ഇപ്പം വാങ്ചുക്കിൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. കളവാൻ കൂടെ നിന്ന് കോൺഗ്രസ് ഇടുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും നരേന്ദ്രമോദി വിളിച്ച് സംസാരിക്കും. ഈ ഗവൺമെൻറ്റാണ് നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്. ഇനി നിങ്ങൾ പറയുന്ന മതേതര ഗവൺമെൻറ് ആരാണ്? നമ്മുടെ കേരളത്തിൽ 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചു. PSCക്കാർ മുട്ടിലഴഞ്ഞു, മണ്ണ് വാരി തിന്നു, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ശയന പ്രദർശനം നടത്തി, ചൂടം കത്തിച്ച് നാക്കിൽ വെച്ചു. അമ്മമാരും പെങ്ങന്മാരും അവിടെ വന്ന് മുട്ടയടിച്ച് പ്രതിഷേധിച്ചു. അതിൻ്റെ അപ്പുറത്ത് ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. അവരും സമാനമായിട്ടുള്ള രീതിയിൽ മുട്ടയടിക്കുന്നു. അവിടെ മഴയത്തും വെയിലത്തും അവിടെ ടെൻ്റ് അടിച്ച് കിടന്ന് പ്രതിഷേധിക്കുന്നു. പിണറായി വിജയൻ ഒന്ന് തിരിഞ്ഞു നോക്കിയോ അങ്ങോട്ട്? ഇല്ല. ആ പ്രതിഷേധം തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ സർക്കാർ എന്താണ്? മതേതര സർക്കാർ, ജനപ്രിയ സർക്കാർ. അതേസമയം എല്ലാ പ്രതിഷേധക്കാരെയും വിളിച്ച് സംസാരിക്കുന്ന നരേന്ദ്രമോദി ആരാണ്? ഫാസിസ്റ്റ് സർക്കാർ. ഇനി രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി 20 ദിവസം എവിടെ കിളയ്ക്കാൻ പോയെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. ആരെങ്കിലും ചോദിച്ചോ കോൺഗ്രസ്സിലെ? ഞങ്ങൾക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇവിടെ PSCയിൽ അഴിമതി നടക്കുന്നു. പിണറായി വിജയൻ മോളെ കമ്പനിയിൽ മറ്റേ കരിമണൽ കർത്ത വഴി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഏതെങ്കിലും ഒരു അന്തം കമ്മി ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, EDയുടെ വണ്ടി തല്ലി പൊട്ടിക്കാനാണ് ഇവന്മാർ ഫ്രണ്ടിൽ വന്ന് നിന്നത്. ഈ യുവന്മാർ, അതായത് യുവന്മാരുടെ നേതാക്കളെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന BJPയുടെ അണികൾ തന്നെ നേതാക്കന്മാരെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ അണികളെ നോക്കിയാണ് യുവന്മാർ അന്ധഭക്തന്മാരെന്ന് വിളിക്കുന്നത്. അതേസമയം ഇവിടെ ഇപ്പുറത്തുള്ള നേതാവ്, അതായത് പിണറായി വിജയനോ അല്ലെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഉച്ചയ്ക്ക് വിളിച്ചുണർത്തിയിട്ട് നട്ടബാധിതയാണെന്ന് പറഞ്ഞാലും ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നവന്മാരാരാണ്? മതേതര, ജനാധിപത്യ, മതനിരപേക്ഷ, മറ്റേ വലിയ കിണ്ടീര ആൾക്കാരും. ബാക്കിയുള്ളവരൊക്കെ അന്ധഭക്തന്മാരും ആണെന്നാണ് ഇവരുടെ വിചാരം. ഞാൻ പറഞ്ഞു തരാം. ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനുണ്ടായൊരു ഗുണം അടുത്ത ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 2029 വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ആലസ്യമുണ്ടല്ലോ, മോദി സർക്കാരിൻ്റെ ഈ ഒരു ആലസ്യം, അതെന്തായാലും മാറിക്കിട്ടി. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ചിലപ്പോൾ കയറി സ്കോർ ചെയ്തേനെ. ആ ഒരു ആലസ്യം മാറിക്കിട്ടി. ആലസ്യം മാറി നരേന്ദ്രമോദി സർക്കാരിൻ്റെ IT വിങ്ങും കാര്യങ്ങളും എല്ലാം അതിഭീകരമായിട്ട് ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് ഈ രാജ്യത്ത് എങ്ങനെയാണ് നെറേറ്റീവുകൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള
എന്നുള്ള ബോധം അവർക്ക് ഇപ്പോൾ കിട്ടി. കാരണം ഒരു രാജ്യം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ്. അതെന്തൊരു കുന്തോടാ. കാരണം ഇപ്പോൾ മോദി സർക്കാരല്ല, നാളെ രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വന്നാലും സർക്കാർ ഒരു കാര്യം പറയുകയാണ്, എന്നാൽ ഫേസ്ബുക്കിന് തോന്നുന്നു ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട, നമുക്ക് വേറൊരു ടൈപ്പിൽ ഇത് കളിക്കാം എന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളും മാറ്റിമറിക്കാനായിട്ട് പറ്റും. ആ ഒരു ബോധമൊക്കെ എന്തായാലും ഇപ്പം നരേന്ദ്രമോദി സർക്കാരിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള വിജയമാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയത് ഒരു വലിയ വിജയം. ഇപ്പുറത്തെ സ്ഥലത്ത് സംഘപരിവാർ മെഷീനറികളെല്ലാം പഴയതിലും ഇരട്ടി ശക്തിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തുറന്നു പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്ലോ മോഷനിൽ നടന്നു വരുന്നു, നരേന്ദ്രമോദി ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, ഇത് മാത്രമേ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ മോദി സർക്കാർ അവിടെ എന്ത് ബില്ല് കൊണ്ടുവന്നു, പാർലമെൻറ്റിൽ എന്ത് സംസാരിക്കുന്നു, മോദി എന്താണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളത്തരം എന്താണ്, അതിനെ എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എനിക്ക് മൈക്കില്ല, അയ്യോ എൻ്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോ അവിടെ കാണിച്ചു. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, മൈക്ക് ഓഫ് ചെയ്തെങ്കിൽ പിന്നെ മൈക്കിലൂടെ അല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഇന്ന് മൈക്ക് ഇതുപോലെ ഓഫ് ചെയ്തു. ഇതുപോലെ ഓഫ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, ഇപ്പോൾ ഓഫായില്ലേ. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, എടാ നീയല്ലേടാ ഇപ്പോൾ മൈക്ക് ഓഫ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണം, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ എന്താണ് സംഘപരിവാർ മിഷണറീസ് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, 2029 പിന്നെ അടുത്ത ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും കാണാം എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. മനസ്സിലായല്ലോ ഏറെക്കുറെ. അപ്പം ശരി.